വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പൂട്ടാൻ ഇഡി വരുന്നു എന്നതാണ് പുതിയ വാർത്ത. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു SFIക്ക് വീണ വിജയൻ CMRL മാസപ്പടി കേസുമായി മുന്നോട്ട് പോകാൻ ഡൽഹി കോടതി അനുവാദം നൽകിയത്. ആ നിമിഷം തന്നെ അത് വലിയ കാട്ടുതീയായി പടരുകയും കേരളത്തിന്റെ അതിന്റെ ഉഷ്ണതരംഗങ്ങൾ അലയടിച്ചുയരുകയും ചെയ്തിരുന്നു. എന്നാൽ SFIO നൽകിയ കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതേ തുടർന്നായിരിക്കണം കള്ളപ്പണ ഇടപാടിൽ കേസെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് ED എത്തിച്ചേർന്നിരിക്കുന്നത്. SFIO കണ്ടെത്തിയ രേഖകളും കുറ്റപത്രങ്ങളും കേസിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ED SFIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടി ഒന്നുമില്ല എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നവരുടെ ശബ്ദത്തിൽ വിറയൽ വീണിരിക്കുന്നു. ഈ കേസിന്റെ എല്ലാ തലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനി ഉണ്ടാവുക എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണം വിപുലമായാൽ അത് അഴിമതിയിലേക്ക് എത്തുന്ന എന്തെങ്കിലും സൂചനകൾ നൽകിയാൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലേക്കും അന്വേഷണം നീളുകയും കേസ് ആ നിലയ്ക്ക് നീങ്ങിയാൽ ഒരുപക്ഷെ അത് CBIയുടെ വരവിനും അന്വേഷണത്തിന്റെ പരിധി വിദേശത്തേക്ക് എത്തുന്നതിനും മതിയാവുന്നതാണ്. വീണ വിജയന്റെ എക്സാലോജി കമ്പനി CMRLന് യാതൊരു സേവനവും നൽകാതെയാണ് എക്സാലോജിക്കിന് CMRL നിന്നും 2,70,00,000 രൂപ കിട്ടിയത് എന്നായിരുന്നു കണ്ടെത്തൽ. അതും വീണ ജോർജിന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്കായിരുന്നു ആ പണം എത്തിയത്. അങ്ങനെ യാതൊരു സേവനവും നൽകാതെ കിട്ടിയത് കൊണ്ട് തന്നെ ആ പണം അനധികൃതമാണെന്നും വൈകിട്ട് സേവനത്തിൽ കിട്ടിയ പണമാണ് എന്നും ഒക്കെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതിലുപരി ജനകീയ സംസാരവും. എന്നാൽ പുതിയ സംഭവവികാസങ്ങൾ തുടർന്ന് ഇതുവരെ ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരുവാമൊഴിയിരിക്കുകയാണ്. ഇതോടുകൂടി നമുക്ക് പിണറായി വിജയന്റെ തിരുമൊഴികൾ കേൾക്കാം. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിന്റെ ശേഷം കാണാം. നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. ആൺകുട്ടികൾ അങ്ങനെ ഇതൊക്കെ എന്റെ ചില കേസല്ല സാർ. ഇതിലും വലിയ കേസുകൾ എത്ര കാലമായി തട്ടുമുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പേടിച്ചോ? എന്നിട്ടാണ് ഇപ്പോൾ ഈ 2,70,00,000 രൂപ ചില കേസ് അല്ല സാർ. ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് തന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിൽ കൊടിയേരിയുടെ പേര് പറയില്ല സാർ. കൊടിയേരി ചെയ്തു കൊടുത്ത ഏതെങ്കിലും ഒരു ഫേവറിൽ കിട്ടുന്ന പ്രതിഫലമായിരുന്നില്ല സാർ ബിനീഷിന്റെ കയ്യിലുണ്ടായിരുന്ന വസ്തു. സാറിന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നത് ബിനീഷ് കൊടിയേരിയുടെ കയ്യിലുണ്ടായിരുന്ന സാധനമായിരുന്നില്ല സാർ. അത് പൈസയായിരുന്നു. പൈസ അതായിരുന്നു വന്നത്. ആ പൈസ വീണ വിജയന്റെ അക്കൗണ്ടിൽ വന്നതിന് വീണ വിജയൻ CMRLന് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്തതായി ആരും അറിയില്ല സാർ. ആരോടും പറഞ്ഞില്ല സാർ. അപ്പോൾ ആരെങ്കിലും ഒരാൾ ആ പണത്തിന് പകരമായി വല്ലതും ചെയ്തു കൊടുക്കണ്ടേ സാർ? അതാരാണ് സാർ ചെയ്തു കൊടുത്തത്? അതുകൊണ്ട് ജനങ്ങൾ സംശയിക്കുന്നത് വീണ വിജയന്റെ അച്ഛനായ പിണറായി വിജയൻ CMRLന് വല്ല അതിരുവിട്ട സഹായങ്ങളും നൽകിയിട്ടുണ്ടാകും, അതിന് കിട്ടിയ പ്രതിഫലമാണ് ഇതെന്നാണ്. അങ്ങനെ ചെയ്തു കൊടുത്ത ഔദാര്യത്തിന്റെ സന്തോഷമായാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ വന്നതെന്നാണ് ജനങ്ങളും ചില രാഷ്ട്രീയ വൃത്തങ്ങളും അനുമാനിക്കുന്നത്. നിങ്ങൾക്കിപ്പം എന്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ മോഹിച്ചു നിൽക്ക്. അത് ശരിയാണ് സാർ. സാർ രാജിവെക്കില്ല, അത് എല്ലാവർക്കും അറിയാം. അത്രമാത്രം തൊലിക്കെട്ട് വന്നു കഴിഞ്ഞു ഇപ്പോൾ സാറിനും സാറിന്റെ പാർട്ടിക്കും. മുമ്പ് അങ്ങനെയായിരുന്നില്ല. അട്ടവണിടത്ത് മുട്ടിയാൽ അത് സ്വയം വിട്ടുപോകില്ല സാർ. ഒന്നുകിൽ മഞ്ഞപ്പൊടി, അല്ലെങ്കിൽ ഉപ്പ്, അല്ലെങ്കിൽ തീ കത്തിച്ച് കാണിക്കണം. ഇവിടെ ഇതിൽ ഏത് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ കോടതി പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കും. സാറിന്റെ ചോര അത് ആർക്ക് വേണം സാർ? ഇത്രയും വൃത്തികെട്ട് ചോര ചിന്തിക്കാനേ വയ്യ. നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST, ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ?
അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. സാർ എന്തിനാ സാർ ഇങ്ങനെ ബേജാറാവുന്നത്? സാറിന് മുൻ നൽകിയ സേവനം എന്താണെന്ന് പറഞ്ഞൂടെ? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, സാറിന് വോട്ട് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കാതിരിക്കാനെങ്കിലും വല്ല കടിച്ച പൊട്ടാത്ത പേരുമാണോ സാറിന് മുൻ നൽകിയ സേവനത്തിന്? നിങ്ങൾ അറിയട്ടെ സാർ, എന്ത് സേവനം ചെയ്തിട്ടാണ് സാറിന്റെ മകൾക്ക് 2,70,00,000 രൂപ കിട്ടിയതെന്ന്? അതോടുകൂടി ആ കളങ്കം തീരുമല്ലോ. അല്ലാതെ ഞങ്ങൾ സേവനം ചെയ്തു, എന്റെ മകൾ സേവനം ചെയ്തു, അവരുടെ കമ്പനി സേവനം ചെയ്തു എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? നോക്കുകൂലിയും മാസപ്പടിയും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിക്കൂട്ടുന്ന പാർട്ടിയുടെ ആൾക്കാരായതുകൊണ്ടാണ്, സേവനം ചെയ്യാതെയും പണമുണ്ടാക്കാനുള്ള വിദ്യ അറിയുന്നവരായതുകൊണ്ടാണ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സംശയം തീർക്കേണ്ട ബാധ്യത സാറിനും സാറിന്റെ പാർട്ടിക്കുമില്ലേ, സാറിന്റെ മകൾക്കുമില്ലേ? ഇതിനേക്കാൾ എത്രയോ ചീട് കേസുകൾക്ക് നിങ്ങളുടെ പാർട്ടികൾ തെരുവുകൾ കുട്ടിച്ചോറാക്കിയിട്ടില്ല സാർ? പല മന്ത്രിമാരുടെയും MLA-മാരുടെയും രാജിക്ക് അവരെ നിർബന്ധിച്ചിട്ടില്ല സാർ? അധികാരം ഹരമായപ്പോ നിങ്ങൾക്ക് ആ ധാർമ്മികതയൊക്കെ ഇല്ലാതായി സാർ. പിന്നെ GST അടച്ചതും ഇൻകം ടാക്സ് അടച്ചതും ഒക്കെയാണ് ഈ ബന്ധം പവിത്രമാക്കാനും ഈ പണം സംശുദ്ധമാക്കാനും ഉള്ള മാനദണ്ഡം. സാർ, ഈ GST ഏത് കുടുംബത്തിലൂടെയാണ് അടച്ചതെന്ന് കണ്ടെത്തേണ്ട വിഷയമാണ് സാർ. അത് വഴിയെ പുറത്തുവരുമെന്ന് വിശ്വസിക്കാം. സാർ, ഒരു സേവനം നൽകാതെയും അല്ലെങ്കിൽ വിൽപ്പന നടത്താതെയും അത് നടത്തിയെന്ന് കാണിച്ചുകൊണ്ടുള്ള ഇൻവോയ്സ് കൊണ്ടുചെന്നാൽ ആരും GST അടക്കാൻ സമ്മതിക്കും സാർ? എവിടെയും GST അടക്കാം സാർ. ആ സേവനം നൽകിയോ ഇല്ലയോ എന്ന് ആരും അന്വേഷിക്കാറില്ല, അല്ലെങ്കിൽ ആ വസ്തു വിറ്റോ ഇല്ലയോ എന്ന് ആരും ചോദിക്കാറില്ല. പിന്നെ രാജ്യത്തുള്ള എല്ലാ കള്ളപ്പണക്കാരും ഇൻകം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അവർ സംശുദ്ധരായി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും സാർ. പക്ഷേ പൊതുബോധമുള്ള ജനങ്ങൾ അത് അംഗീകരിക്കണമെന്നില്ല. ജഡ്ജിമാർ ഹാജരാവാതെയും ഒരു കാരണവുമില്ലാതെ നെറ്റി വെച്ചും പോകുന്ന അങ്ങയുടെ ലാവ്ലിൻ കേസ് തന്നെ മുന്നിലുള്ളപ്പോൾ അങ്ങ് എന്തിനാണ് സാർ ബേജാറാവുന്നത്? ഇതും ആ രൂപത്തിൽ നീങ്ങി പോകും, സംശയിക്കേണ്ടതില്ല. ലാവ്ലിൻ കേസിൽ അങ്ങനെ ശിക്ഷിക്കപ്പെടുകയോ കുറ്റവിമുക്തനാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ മരണത്തിന് ശേഷം മാത്രമായിരിക്കും. ഈ എക്സാലോജിക് CMR കേസിലും ഇപ്പോൾ കാണുന്ന ഈ ശുഷ്കാന്തി നമ്മുടെ അസംബ്ലി ഇലക്ഷൻ വരെ മാത്രമേ ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ BJPക്ക് ഏതാനും സീറ്റുകൾ കേരളത്തിൽ തരമാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ലാവലിന്റെ കൊട്ടത്തേങ്ങ പോലെ തന്നെ ഈ കേസും കയ്യാലെ പുറത്ത് കയറി കിടക്കും. പിന്നെ എല്ലാം സ്വാഹ.